നമസ്കാരം, നിലവാര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ബാറിൽ അതിക്രമം കാണിക്കുകയും തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്ത കേസിൽ തൃത്താല സ്വദേശി അറസ്റ്റിൽ. തൃത്താല മാട്ടായ സ്വദേശി 38 വയസ്സുള്ള സിദ്ദിഖിനെയാണ് ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2-ാം തീയതി ആറങ്ങോട്ടുകര കൊട്ടാരം ബാറിൽ രാത്രി 8 മണിയോടെയാണ് സംഭവം. ബാറിലെത്തിയ പ്രതി പ്രകോപനം സൃഷ്ടിച്ച് മുൻവശത്തെ ഗ്ലാസുകളും മറ്റും അടിച്ചു തകർക്കുകയും തടയാൻ ശ്രമിച്ച അശോകൻ എന്ന ജീവനക്കാരനെ വലിച്ചിറക്കി സോഡാക്കുപ്പി കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പൊട്ടിയ സോഡാക്കുപ്പി കാട്ടി ജീവനക്കാരെ വിരട്ടി മദ്യം തട്ടിയെടുക്കുകയും അലമാരയിലെ മദ്യമെറിഞ്ഞ് പൊട്ടിച്ച് 1.5 ലക്ഷത്തിന് നഷ്ടം വരുത്തിയതായും പോലീസ് പറയുന്നു. ചാലുശ്ശേരി സബ് ഇൻസ്പെക്ടർ ടി അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ കെ ജയൻ, KS ഗിരീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ B ഷൈജു, ജനമൈത്രി ഓഫീസർ C അബ്ദുൽ കരീം എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയുടെ പേരിൽ മുൻപും സമാനമായ കേസുണ്ടായിട്ടുണ്ട്. വരവൂരിൽ സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ച കാർ നിർത്താതെ പോയി. അപകടത്തിൽ സ്കൂട്ടർ യാത്രിക കറുകപ്പുത്തൂർ സ്വദേശി സൈഫുന്നിസയ്ക്ക് പരിക്കേറ്റു. വരവൂർ വേട്ടാണി കയറ്റം വളവിൽ വെച്ച് വരവൂർ ഭാഗത്തുനിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറിലേക്ക് എതിർദിശയിൽ വന്നിരുന്ന ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. തുടർന്ന് പരിക്കുപറ്റിയ സൈഫുന്നിസയെ യാത്രക്കാരും നാട്ടുകാരും സെഞ്ചുറി ആംബുലൻസ് ജീവനക്കാരും ചേർന്ന് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിനിമാ നടൻ രവികുമാർ അന്തരിച്ചു. 70കളിലും 80കളിലും മലയാള സിനിമയിലെ ശ്രദ്ധേയ നായക താരമായിരുന്നു. 71 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായിരുന്ന അദ്ദേഹത്തെ ബുധനാഴ്ച ചെന്നൈ വേളാച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അന്ത്യം. 100ലേറെ മലയാളം, തമിഴ് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടിട്ടുണ്ട്. ഭൗതിക ശരീരം ചെന്നൈയിലെ വസതിയിലെത്തിച്ച് സംസ്കാരം ശനിയാഴ്ച നടക്കും. ചാലിശ്ശേരിയിൽ വീണ്ടും ഫുട്ബോൾ ആവേശത്തിന്റെ ദിനങ്ങൾ. മുരയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ശനിയാഴ്ച രാത്രി തുടക്കമാകും. ആരവം 2025 എന്ന പേരിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റാണ് ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്നത്. GI പൈപ്പ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗാലറിയിൽ ഒരേ സമയം 6000 പേർക്ക് ഇരുന്ന് മത്സരങ്ങൾ കാണാൻ കഴിയും. വിദേശ താരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന, ദേശീയ താരങ്ങളടങ്ങിയ അഖിലേന്ത്യാ തലത്തിലെ 24 പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ശനിയാഴ്ച രാത്രി 9 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഹണ്ടേഴ്സ് കൂത്തുപറമ്പും ലിൻഷ മണ്ണാർക്കാടും തമ്മിൽ ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക മേഖലയുടെ വളർച്ചയ്ക്കും വിനിയോഗിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദവേ എന്നിവർ പറഞ്ഞു. കടവല്ലൂരിലെയും ചാലിശ്ശേരിയിലെയും നെൽകർഷകരുടെ സ്വപ്ന പദ്ധതിയായ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം പദ്ധതി തുടങ്ങുന്നതിന്റെ മുന്നോടിയായി കർഷകരുടെ യോഗം ചേർന്നു. തോടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ബണ്ടിന് ആവശ്യത്തിന് വീതി ലഭിക്കണമെങ്കിൽ കർഷകരുടെ സ്ഥലവും ഉപയോഗിക്കേണ്ടതായി വരും. ഇതിനായി കർഷകരുടെ അനുമതി ലഭ്യമാക്കുന്നതിനായാണ് യോഗം ചേർന്നത്. തണത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള 1.15 കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും മുട്ടിപ്പാലം പൊളിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആയി പുനർനിർമ്മിക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നഗരസഞ്ചയപ്രകാരം അനുവദിച്ച 2 കോടി രൂപയാണ് വിനിയോഗിക്കുക. ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ 1.5 മീറ്റർ വരെ ആഴം കൂട്ടും. തോട്ടിൽ നിന്നെടുക്കുന്ന മണ്ണുപയോഗിച്ച് 3.5 മീറ്റർ വീതിയിൽ ബണ്ട് നിർമ്മിക്കും. കാർഷികാവശ്യത്തിനുള്ള വാഹനങ്ങൾ സഞ്ചരിക്കാനുതകുന്ന രീതിയിലായിരിക്കും ബണ്ടിന്റെ നിർമ്മാണം. ഇതിനാവശ്യമായ സ്ഥലമില്ലാത്ത ഭാഗങ്ങളിൽ തോട്ടരികിലെ കർഷകരുടെ സ്ഥലം ഉപയോഗിക്കും. ജീർണാവസ്ഥയിലായ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലവും തടയണയും പൂർണ്ണമായി പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കും. 4.85 മീറ്റർ ആഴത്തിൽ 6 കവാടങ്ങളുള്ള പാലമാണ് നിർമ്മിക്കുക. നിലവിലെ പാലത്തിന്റെ ഇരട്ടിയോളം വരുന്നതായിരിക്കും പുതിയ പാലം. റെഗുലേറ്റർ ഉപയോഗിച്ച് വെള്ളമൊഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതോടെ കടവല്ലൂർ ചാലിശ്ശേരി മേഖലയിലെ 400 ഏക്കർ നെൽകൃഷി നേരിടുന്ന ജലക്ഷാമത്തിന് പരിഹാരമാകും. വെള്ളിയാഴ്ച മുതൽ തോടിന്റെ നിരപ്പ് കണക്കാക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കും. അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം. അതിനാൽ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ബാൻഡ് വാദ്യ കലാകാരൻ ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ. ദേശമംഗലം കൊണ്ടയൂർ വെള്ളിയാട് സ്വദേശി പതിപ്പറമ്പിൽ മണികണ്ഠൻ മകൻ 28 വയസ്സുള്ള സുധീഷിനെയാണ് ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 28 രാവിലെ വീട്ടിൽ നിന്നും ജോലിക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ സുധീഷിനെ ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ കൊണ്ടയൂരിൽ വെച്ച് സുഹൃത്തുക്കൾ കണ്ടതായി പറയുന്നു.
പിന്നീട് കാണാതായ സുധീഷിനെ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ കൊണ്ടയൂർ കുടപ്പാറ ഭാഗത്ത് ഭാരതപ്പുഴയോട് ചേർന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ്, ചെറുതുരുത്തി പോലീസ് എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾക്ക് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി സംസ്കാരം നടത്തി. സുധീഷ് അവിവാഹിതനാണ്. ബിന്ദു മാതാവും ശാരിക സതീഷ് എന്നിവർ സഹോദരങ്ങളുമാണ്. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് പാതിവെന്ത ശരീരവുമായി കിണറ്റിൽ തൂങ്ങി മരിച്ചു. കൂറ്റനാട് കരിമ്പ പാലക്ക പീടികയിലാണ് സംഭവം നടന്നത്. നടുവട്ടം പറവാടത്ത് വളപ്പിൽ 35 വയസ്സുള്ള ഷൈബു ആണ് മരിച്ചത്. പിണങ്ങിപ്പോയ ഭാര്യയെ തിരികെ വിളിക്കാൻ കരിമ്പ പാലക്കപ്പീടിയയിലെ ഭാര്യ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് ഷൈബു എത്തുന്നത്. ഭാര്യ കൂടെ വരാൻ തയ്യാറാവാതിരുന്നതോടെ വീടിന്റെ മുറ്റത്ത് നിന്ന ഷൈബു കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ തലയിലൂടെ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. തീ പടരുന്നത് കണ്ട് ഓടിയെത്തിയ ബന്ധുക്കൾ മോട്ടോർ പമ്പ് ചെയ്തും വെള്ളം കോരിയൊഴിച്ചും തീ കെടുത്തിയെങ്കിലും തീ അണഞ്ഞുടൻ തന്നെ യുവാവ് പാതികത്തിയ ശരീരവുമായി താൻ വന്ന ഇരുചക്രവാഹനത്തിൽ കയറി പോകുകയായിരുന്നു. ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും റോഡിലും പരിസരത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതിനിടെ വെള്ളിയാഴ്ച പുലർച്ചെയോടെ ഷൈബുവിന്റെ ബൈക്ക് പാലക്ക പീടികയിലെ കച്ചവട സ്ഥാപനത്തിന്റെ പുറകുവശത്തെ കിണറിന് സമീപം കണ്ടെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിണറിൽ തൂക്കിയിട്ടിരുന്ന മോട്ടോറിന്റെ കയറുപയോഗിച്ച് കിണറിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തുന്നത്. പട്ടാമ്പി ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് മൃതദേഹം കിണറിൽ നിന്നും പുറത്തെത്തിച്ചത്. ചാലുശ്ശേരി പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പട്ടാമ്പിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KP വാപ്പുട്ടി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനരോഷം പ്രതിഷേധം സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പിൽ നിന്നും പ്രകടനമായാണ് പ്രതിഷേധം നടന്നത്. ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KP വാപ്പുട്ടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. 15 വർഷമായി ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇല്ല, മുസ്ലിം സമുദായത്തിനെ ദ്രോഹിക്കാനല്ലാതെ ഇവരെന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? നോക്കൂ, പൗരത്വ സമരം, അതുപോലെ തന്നെ പിന്നെ വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുള്ള വഖഫ് സ്വത്ത് പിടിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിന് വഖഫിന് സ്വത്തുള്ളത്. ഈ വഖഫ് സ്വത്ത് ദൈവത്തിന് കൊടുക്കുന്നതാണ്. ആ സ്വത്ത് ആർക്കും കയ്യേറാൻ കഴിയില്ല. ഇസ്മയിൽ വിളയൂർ അധ്യക്ഷത വഹിച്ചു. PM സൈഫുദ്ദീൻ, KR റഷീദ്, PKM ഷെഫീഖ്, K ഹംസ, ഹനീഫ കൊപ്പം, TP ഹസൻ, V മുഹമ്മദ് പട്ടാമ്പി, KM മുഹമ്മദ്, AKM അലി, ഷിഹാബ് കരിമ്പുള്ളി, ഷെഫീഖ് പരുവക്കടവ്, സിദ്ദിഖ് റഹ്മി, ജാസിൻ നാട്ടിമംഗലം, മൻസൂർ പാലത്തിങ്ങൽ, VPM ഇഹ്സാൻ, K നസറുദ്ദീൻ, KTS സമദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രം ചെറിയ കാളവേലയ്ക്കും ഇടപ്പൂരത്തിനും ഒരുക്കി. ഏപ്രിൽ 6 മുതൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. 12, 13 തീയതികളിലാണ് കാളവേലയും ഇടപ്പൂരവും ആഘോഷിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ മുളയൻകാവ് ഭൂതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേലയും പൂരവും ഏപ്രിൽ 12, 13 തീയതികളിലാണ് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നത്. ഏപ്രിൽ 6 മുതൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് വണ്ടുതറ ദേശഭാരവാഹികൾ പട്ടാമ്പിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തവണ ഇടപ്പൂരത്തിന്റെ നടത്തിപ്പ് വണ്ടുതറ ദേശത്തിനാണ്. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് ക്ഷേത്രം വടക്കേനടയിൽ പൂരം കുറിക്കൽ നടക്കും. പിലാക്കാട്ടിരി നായർ, പാലാക്കുറിച്ചി നായർ, വെളിച്ചപ്പാട്, 10 ദേശക്കാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാവും. തുടർന്ന് വൈകുന്നേരം 7 മണിക്ക് വണ്ടുതറ സെന്ററിൽ സാംസ്കാരിക സായാഹ്നം നടക്കും. മുഹമ്മദ് മോസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ DYSP R മനോജ് മുഖ്യാതിഥിയാകും. വണ്ടുതറ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് സേതലവി ദാരിമി മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓരോ വർഷവും മുളയൻകാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദേശക്കാരാണ് നടത്തി വരാറുള്ളത്. ഈ തവണ വണ്ടുതറ ദേശത്തിനാണ് ഊഴപ്രകാരം പൂരം നടത്താനുള്ള അവകാശം. ഈ ഏപ്രിൽ 12, 13 തീയതിയിൽ നടക്കുന്ന പൂരത്തിന്റെ ഭാഗമായി ഈ മാസം 6-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പൂരം കുറിക്കൽ ചടങ്ങോടുകൂടി
പൂര ആഘോഷങ്ങൾക്ക് തുടക്കമാകുകയാണ്. ഇത്തവണ ഒരു വ്യത്യസ്തമായി ഈ പൂരത്തിൻ്റെ പ്രാധാന്യം എല്ലാവരിലും ഉൾക്കൊള്ളിക്കുന്നതിൻ്റെ ഭാഗമായി 6-ാം തീയതി വൈകുന്ന നേരത്ത് 7 മണിക്ക് വണ്ടുന്തറ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു സാംസ്കാരിക സായാഹ്നം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂരത്തിൻ്റെ പ്രാധാന്യം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തുന്ന രൂപത്തിൽ എത്തിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മുഹസിൻ അവറുകളാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഷൊർണൂർ DYSP ശ്രീ R മനോജ് കുമാർ പങ്കെടുക്കുന്നു. ഏപ്രിൽ 8-ന് വൈകുന്നേരം 7-ന് കലാസന്ധ്യയും ഭക്തിഗാനമേളയും നടക്കും. ഏപ്രിൽ 9-ന് വൈകുന്നേരം 5:30 മുതൽ മെഗാ തിരുവാതിരക്കളി, ഭക്തിഗാനമേള, നൃത്തശില്പം, നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും. ഏപ്രിൽ 10-ന് വൈകുന്നേരം കലാസായാഹ്നത്തിൽ തിരുവാതിരക്കളി, നൃത്തശില്പം, ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവ അരങ്ങേറും. 11-ന് വൈകുന്നേരം കണ്ണഞ്ചിനാഥ് കലാകാരനും സംഘവും അവതരിപ്പിക്കുന്ന രാഗലയം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഉണ്ടായിരിക്കും. വിവിധ മേഖലകളിലെ പ്രമുഖരെ ആദരിക്കൽ ചടങ്ങും നടക്കും. ഏപ്രിൽ 12-ന് രാവിലെ മാതൃസോപാനം, തുടർന്ന് കാളവേല കൊട്ടിയറിക്കൽ, വൈകുന്നേരം കാളവരവ്. ഏപ്രിൽ 13-ന് രാവിലെ പൂരം കൊട്ടിയറിക്കൽ, വൈകുന്നേരം പൂരം വരവ് എന്നിവയും നടക്കും. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വിപുലമായ പരിപാടികളോടെയാണ് ഇടപ്പൂരം ആഘോഷിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ N ഗോപകുമാർ, കൺവീനർ ഗോപി സൗവർണിക, ട്രഷറർ VP സുരേഷ്, മറ്റു ഭാരവാഹികളായ P പ്രദീപ് കുമാർ, MP മുരളീധരൻ, PP സനീഷ്, T ശശിധരൻ, മധുസൂദനൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. വ്യക്തിത്വം തെളിയിച്ച ആളുകളെ നമ്മളൊന്ന് അനുമോദിക്കുന്നുണ്ട്. അതിലൊന്ന് ദീർഘകാലം കൊപ്പം പോലീസ് സ്റ്റേഷൻ്റെ പ്രാഥമിക SI ആയിരുന്ന ശ്രീ MB രാജേഷ് അവറുകളെ ഒന്ന് ആദരിക്കാൻ വേണ്ടി ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർഷകനെയും കർഷക തൊഴിലാളിയെയും തിരഞ്ഞെടുത്ത് അവരെ ആദരിക്കുന്നുണ്ട്. മികച്ച രീതിയിൽ കൃഷിയും കർഷകനെയും 2 ആളുകളെയും ആദരിക്കുന്നുണ്ട്. വ്യത്യസ്ത മേഖലയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് 2 പേരെ ആദരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങ് കൂടി ഈ 11-ാം തീയതി നടത്തുന്നുണ്ട് സ്റ്റേജിൽ വെച്ചിട്ട്. അതിനുശേഷം 7 മണിക്ക് പ്രശസ്ത കലാകാരൻ, ഭക്തിഗാനമേളയിലെല്ലാം ഇപ്പോൾ ഫെയിമായിട്ടുള്ള കണ്ണഞ്ചിനാഥ് കലാകാരനും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ പരിപാടികൾ അരങ്ങേറും. പിന്നെ ഏപ്രിൽ 12-നാണ് കാളവേല. കാളവേലയ്ക്ക് കൽപ്പാത്തി ബാലകൃഷ്ണൻ, ചിറക്കൽ നിതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇരട്ട തായമ്പക, ഒരു മാതൃസോപാനം NP രാമദാസും സദനൻ രഞ്ജിത്ത്, തിരുവാലത്തൂർ ശിവൻ, ഇവർ 3 പേരും കൂടി സംയുക്തമായി ക്ഷേത്ര തിരുമുറ്റത്ത് ഒരു മാതൃസോപാനം പരിപാടി, ഇടയ്ക്ക കൊണ്ടുള്ള പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പഞ്ചായത്തുകളെയും മറ്റു സ്ഥാപനങ്ങളെയും അനുമോദിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ബ്ലോക്ക് തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി മുറുതലയെ തിരഞ്ഞെടുത്തു. മികച്ച ഹരിതകർമ്മ സേന കൺസോർഷ്യം മുറുതല, മികച്ച CDS വിളയൂർ, മികച്ച ഹരിത ടൗൺ മുറുതല സെന്റർ, മികച്ച ടൗൺ മുറുതല സെന്റർ, മികച്ച സർക്കാർ സ്ഥാപനം GLPS കണ്ടിങ്കാവ്, മികച്ച സ്വകാര്യ സ്ഥാപനം നളന്ദ കൺവെൻഷൻ സെന്റർ വിളയൂർ, മികച്ച വ്യാപാര സ്ഥാപനം AMS മുറുതല, മികച്ച ഹരിത വായനശാല കുഞ്ചനായ സ്മാരക വായനശാല മുറുതല, മികച്ച ഹരിത പൊതു ഇടം മുറുതല പഞ്ചായത്ത് പരിസരം, മികച്ച റെസിഡൻസ് അസോസിയേഷൻ ബോഗൻവില്ല റെസിഡൻസ് അസോസിയേഷൻ മുറുതല എന്നിവയെയും തിരഞ്ഞെടുത്തു. പട്ടാമ്പി ബ്ലോക്ക് തല പ്രഖ്യാപനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. വലിയ അത്തരത്തിലുള്ള രാജ്യങ്ങളുമായി മത്സരിക്കുമ്പോൾ മറ്റ് പല കാര്യത്തിലും നമ്മൾ 1-ഓ 2-ഓ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ മാലിന്യ സംസ്കരണം ഒരു വെല്ലുവിളിയായി. അതിനെ പടിപടിയായിട്ടുള്ള ജനകീയമായ മൂവ്മെന്റിലൂടെ നമ്മൾ നിയന്ത്രിക്കാനും സംസ്കരിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. ബ്രഹ്മപുരം 1 വർഷം മുമ്പാണ് സംഭവിക്കുന്നത്. അത് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറി. എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം, അത് പിന്നീട് കത്തിപ്പിടിച്ച് 12 ദിവസം തുടർച്ചയായി കത്തി വലിയ ശ്രമകരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് നമുക്ക് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം മാലിന്യ സംസ്കരണം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടെ വേഗത വന്നു. ഇന്ന് ബ്രഹ്മപുരം അടക്കം ക്ലീൻ ചെയ്ത് ഏറ്റവും മനോഹരമായ ഒരു രീതിയിലേക്ക് മാറി.
മാലിന്യ സംസ്കരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും നമ്മുടെ മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും വലിയ രീതിയിൽ ഏറ്റെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ A ആനന്ദവല്ലി, ബേബി ഗിരിജ, രതി ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് അംഗം K ബിന്ദു, വിളിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KP സുപ്രഭ, ജോയിന്റ് BDO അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പെരിങ്ങോട് സ്വദേശിനി രാധികയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. ശാസ്ത്ര പഠനത്തിന്റെ വൈജ്ഞാനികവും വൈകാരികവുമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഗണിതത്തിൽ മൂല്യാധിഷ്ഠിത സമീപനത്തിന്റെ ഫലപ്രാപ്തി കണ്ടെത്തിയതിനാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചത്. പെരിങ്ങോട് പാലക്കിഴി രാമൻകുട്ടി എഴുത്തച്ഛന്റെയും ജാനകിയുടെയും മകളായ രാധിക പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ശ്രീകുമാർ ഭർത്താവും ശ്രീറാം, ശ്രീദേവ് എന്നിവർ മക്കളുമാണ്. കോതച്ചിറ അപ്പത്ത് വളപ്പ് വാഴാനിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. പുലർച്ചെ നട തുറന്നതു മുതൽ വിശേഷ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് പഞ്ചവാദ്യത്തോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. മുള്ളത്ത് ഗണപതി കോലമേറ്റി. പഞ്ചവാദ്യത്തിന് കൗക്കോട് മണി, തിച്ചൂർ സുധി, പഴമ്പാലക്കോട് ശെൽവൻ, ആലങ്കോട് മണി, പെരിങ്ങോട് മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് ദീപാരാധന, തായമ്പക എന്നിവയും നടന്നു. 16 ടീമുകൾ പുരാഘോഷത്തിൽ പങ്കാളികളായി. രാത്രി 1 മണിക്ക് താലത്തോടുകൂടിയ എഴുന്നള്ളിപ്പുമുണ്ടാകും. കോതച്ചിറ അപ്പത്ത് വളപ്പ് പൂരാഘോഷം CCTV വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ചാലിശ്ശേരി ആലിക്കര മേലേത്തലയ്ക്കൽ കുഞ്ഞിമ്മ ടീച്ചർ നിര്യാതയായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സുലൈമാൻ ഭർത്താവും ഖദീജ, കുഞ്ഞുമണി, പരേതനായ മുഹമ്മദ് കുട്ടി എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി SCU, PU, GLP സ്കൂൾ എന്നിവിടങ്ങളിൽ ദീർഘകാലം അറബിക് അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പരേത. വരവൂർ കുന്നത്ത് പീടികയിൽ KV അബ്ദുൾ റഹ്മാൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. ഖബറടക്കം വരവൂർ തെക്കേക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പരേതയായ ഫാത്തിമ ഭാര്യയും ആമിന, സഫിയ, മുസ്തഫ, നസീർ, അബ്ബാസ്, അഷീദ്, ജമീല, ഷാജിദ, ബീവാത്തുകുട്ടി, ഹാജിറ എന്നിവർ മക്കളാണ്. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.